ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും ആശ്വാസകരമായ ഒരു വിധിയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലൂടെ ലഭിച്ചിരിക്കുന്നത് എന്നോർത്ത് നമുക്ക് ദൈവത്തെ അനവരതമായി മഹത്വപ്പെടുത്തുകയും കൂടുതൽ വിനയത്തോടെ ദൈവസന്നദ്ധിയിലേക്ക് അടുത്തു ചെല്ലുകയും ചെയ്യാം. പരിശുദ്ധ പാത്രീർക്കീസ് ബാവായുടെ പ്രാർത്ഥനയും നമ്മുടെ ശ്രേഷ്ഠ ബാവായുടെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ ഈ കേസുകളുടെ നടത്തിപ്പും എല്ലാം വന്നപ്പോൾ ദൈവജനത്തിൻ്റെ കണ്ണുനീരും എല്ലാം ദൈവം കണ്ട് ഇന്ന് നമുക്കിങ്ങനെ ഒരു വിധി ലഭിക്കുകയുണ്ടായി. ഇന്നത്തെ വിധിയെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയകളിലൂടെ മാധ്യമങ്ങളിലൂടെ ഒക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. ഏറ്റവും പരമപ്രധാനമായ 3 കാര്യങ്ങളെന്ന് പറയുന്നത് 2017 ജൂലൈ 3-ാം തീയതിയിലെ വിധി അത് 3 പള്ളികളെ സംബന്ധിച്ചിടത്തോളമായിരുന്നു. അതാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പറഞ്ഞത്. ഇത് 3 പള്ളികളെ സംബന്ധിച്ചുള്ള വിധിയാണ് എന്നുള്ളത്. അതിൻ്റെ വെളിച്ചത്തിൽ മറ്റ് പള്ളികൾ പിടിച്ചെടുക്കാൻ പറ്റുമോ? പോലീസിന് അത് ബലപ്രയോഗത്തിലൂടെ പള്ളികൾ പിടിച്ചെടുക്കാൻ പറ്റുമോ? ഈ വിധി മറ്റ് എല്ലാ പള്ളികൾക്കും ബാധകമാണോ? ഗവൺമെൻറ്റിൻ്റെ ഇക്കാര്യത്തിലുള്ളതായ ഇടപെടൽ സംബന്ധിച്ച കാര്യങ്ങൾ, ഇങ്ങനെ 3 കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് കോടതി അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നത് 2017 വിധിയുടെ ഡിക്രി ബാധകമായിരിക്കുന്നത് ഈ 3 പള്ളികളിലെ അവിടുത്തെ ഇടവകക്കാരെ സംബന്ധിച്ചിടത്തോളമാണ്. ഈ വിധിയുടെ വെളിച്ചത്തിൽ ഒരു സിവിൽ പ്രൊസീജിയർ പൂർത്തിയാക്കാതെ മറ്റ് പള്ളികൾ പിടിച്ചെടുക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, പോലീസിന് പള്ളികൾ പിടിച്ചെടുക്കുവാനായിട്ട് അധികാരം ഇല്ല. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പള്ളിയുടെ സ്വത്തുക്കൾ, പള്ളിയുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഇവയെല്ലാം സിവിൽ പ്രൊസീജിയറിലൂടെ മാത്രം ആ കാര്യങ്ങളെ സമീപിക്കാവൂ. അതല്ലാതെ ഈ 17 വിധിയുടെ വെളിച്ചത്തിൽ ചെന്ന് ഒരു പള്ളി ഏറ്റെടുക്കുവാനോ അതിൻ്റെ സ്വത്തുക്കൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിന് ഈ കാര്യത്തിലുള്ള ഇടപെടുവാനുള്ള അധികാരം. നമുക്കറിയാം, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആണ് ഈ ഇപ്പോഴത്തെ കേസിൻ്റെ തുടക്കം. 6 പള്ളികൾ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ആ പള്ളികൾ പോലീസ് പിടിച്ചെടുത്ത് കൈമാറണമെന്നുള്ളതായ ഒരു വിധിയുണ്ടായപ്പോൾ കേരള ഹൈക്കോടതി അന്ന് ബഹുമാനപ്പെട്ടത് ഗവൺമെൻറ് ആ കാര്യങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞപ്പോൾ, അതിന് പരിമിതികൾ അറിയിച്ചു കഴിഞ്ഞപ്പോൾ, നമ്മുടെ തൃശ്ശൂർ അതുപോലെ എറണാകുളം ജില്ലാ കളക്ടർമാരെയും പോലീസ് സൂപ്രണ്ടുമാരെയും പ്രതിയാക്കിക്കൊണ്ട് കണ്ടംപ്റ്റ് കേസ് അത് എടുക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഈ കേരള ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് വിധിയെയും അതിനെതിരായിട്ട് സുപ്രീം കോടതിയെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റും സഭയും സമീപിക്കുകയായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നതെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ വിധി വന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ളതായ ഗവൺമെൻറ് അഫിഡവിറ്റ് കൊടുക്കുകയും ഇതിന് ഗവൺമെൻറ് മധ്യസ്ഥ ശ്രമങ്ങൾ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ കോടതി പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് മതപരമായ കാര്യങ്ങളിൽ ഗവൺമെൻറ്റിന് ഇടപെടുവാൻ പരിമിതികളുണ്ട്. എന്നാൽ ഒരു ക്രമസമാധാന പ്രശ്നമോ സാമൂഹിക വിഷയമോ അത് ആയി മാറിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ്റിന് ഇതിനകത്ത് മധ്യസ്ഥ ശ്രമമോ അനുരഞ്ജന ശ്രമമോ അതല്ലെങ്കിൽ നിയമനിർമ്മാണമോ നടത്തുവാൻ അധികാരമുണ്ട് എന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇത് കോടതി ഇതിനു മുൻപ്
പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമല്ല. 2017 വിധിയുടെ 127 ഖണ്ഡികയിൽ ഗവൺമെൻറ്റിനുള്ള ഈ അധികാരത്തെ കൃത്യമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വിധി വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഓർത്തഡോക്സ് വിഭാഗം ചെയ്യേണ്ടത്, മറുവിഭാഗം ഇപ്പോൾ ചെയ്യേണ്ടത്, ഈ അന്യായമായി പിടിച്ചുകൊണ്ടു പോയ യാക്കോബായ സഭയുടെ ദേവാലയങ്ങൾ തിരികെ നൽകുവാൻ സഖായി പറഞ്ഞതുപോലെ ഞാൻ ആരിൽ നിന്നെങ്കിലും അന്യായമായി പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 1-4 വിധമായി തിരികെ കൊടുക്കുന്നുള്ള ഒരു സമീപനമാണ് എടുക്കേണ്ടത്. എന്താണെങ്കിലും ഈ ഒരു സാഹചര്യം ബഹുമാനപ്പെട്ട ഗവൺമെൻറ്, കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. 100 വർഷത്തിലേറെ ആയി പഴക്കമുള്ള ഈ സംഘർഷം, അനേക കോടതി വിധികൾ വന്നിട്ടും തീരാത്ത സംഘർഷം, അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് അത് മധ്യസ്ഥ ശ്രമങ്ങളിലൂടെയോ നിയമനിർമ്മാണത്തിലൂടെയോ അത് തീർക്കുവാൻ പറഞ്ഞിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ സഭ എന്നും അനുരഞ്ജന ശ്രമങ്ങൾക്ക് പൂർണ്ണമായി പിന്തുണ നൽകിയിട്ടുണ്ട്. മറുവിഭാഗവും ഈ സാഹചര്യം വളരെ ഉത്തരവാദിത്വപൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ സഭാ നേതൃത്വം സഹകരിച്ച് 1 നൂറ്റാണ്ടിലേറെയായുള്ളതായ സഭാതർക്കം പരിഹരിക്കുവാൻ അവർ സന്നദ്ധമാകുന്നു എന്നുള്ളതായ പ്രതീക്ഷയാണ് നമുക്കുള്ളത്. എന്താണെങ്കിലും ഇന്നത്തെ കോടതി വിധിയെ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭ സ്വാഗതം ചെയ്യുകയും നീതിപൂർവവും സമാധാനപൂർണവും ആയി ശാശ്വതമായി ഈ പ്രശ്നം പരിഹരിക്കുവാനുള്ള ഗവൺമെൻറ്റിൻ്റെ എല്ലാ ശ്രമങ്ങളോടും പരിശുദ്ധ സഭയുടെ എല്ലാ പിന്തുണയും സഹകരണവും ഉണ്ടായിരിക്കും എന്ന് അറിയിച്ചുകൊണ്ട് ശ്രേഷ്ഠ ബാവായിക്കും പരിശുദ്ധ സഭയുടെ ഭാരവാഹികളോടും സഭയ്ക്കും വേണ്ടി ഈ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.